യേശുവിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1860-കളിൽ അമേരിക്കയിൽ അതിരൂക്ഷമായ ആഭ്യന്തര യുദ്ധം നടന്നു. ഭീകരമായ ആ യുദ്ധത്തിൽ 6 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെടുകയും കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം രാജ്യത്തിന് സംഭവിക്കുകയും ചെയ്തു. യുദ്ധരംഗത്ത് വെച്ച് മഹാനായ എബ്രഹാം ലിങ്കൺ ആയിരുന്നു അക്കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ്. വിജയസാധ്യതയെപ്പറ്റി തന്റെ സൈന്യാധിപനോട് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ആ സൈന്യാധിപൻ പറഞ്ഞു, സർ, നാളത്തെ യുദ്ധത്തിൽ നമ്മൾ തീർച്ചയായും ജയിക്കും, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ പ്രസ്താവനയ്ക്ക് അബ്രഹാം ലിങ്കൺ നൽകിയ മറുപടി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ദൈവം നമ്മുടെ പക്ഷത്താണ് എന്നതിൽ സംശയമില്ല. എന്നാൽ നാം ദൈവത്തിന്റെ കൂടെയാണോ, നമ്മൾ ദൈവത്തിന്റെ പക്ഷത്താണോ എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതമാകുന്ന യുദ്ധത്തിൽ നമ്മുടെ വിജയം നിലകൊള്ളുന്നത്. കർത്താവിന്റെ ദൂതൻ യൗസേപ്പിനോട് പറഞ്ഞു, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമായ ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. യേശുവിന്റെ ജനനത്തിന് 700-ലേറെ വർഷം മുമ്പ് മഹാപ്രവാചകനായ യേശയ്യ പറഞ്ഞു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഈ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ടാണ് യേശു ജനിച്ചത്. എമ്മാനുവേൽ എന്ന ഹീബ്രു പദത്തിലൂടെ യേശുവിന്റെ ദൗത്യവും വ്യക്തിത്വവും പൂർണ്ണമായി വ്യക്തമാക്കപ്പെടുന്നു. ദൈവം കൂടെയുള്ള അനുഭവമാണ് രക്ഷയുടെ അനുഭവം. യേശുവാണ് യഥാർത്ഥ വിമോചകൻ. ദൈവം തങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധ്യം ഇസ്രായേൽ ജനതയ്ക്കുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട് മർദ്ദകരിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ തീരുമാനിച്ച ദൈവം തന്റെ ദൗത്യ നിർവഹണത്തിനായി മോശയെ തെരഞ്ഞെടുത്തു. എന്നാൽ അവൻ തടസ്സം പറഞ്ഞു. ഫറവോയുടെ അടുത്ത് പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അപ്പോൾ ദൈവം അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മിദ്യാൻകാരുടെ അടിമത്തത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ ചെന്ന് അബിയാസർ വംശജനായ യോവാഷിന്റെ പുത്രൻ ഗിദെയോനോട് പറഞ്ഞു, നീ പോയി ഇസ്രായേൽക്കാരെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. ഗിദെയോൻ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരനുമാണ് ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെ എന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കായുടെ വെറും ബാലനായിരുന്ന മകൻ ജെറമിയായെ ദൈവം പ്രവാചകനായി നിയോഗിച്ചു. അപ്പോൾ ഭയത്തോടെ ജെറമിയ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കുവാൻ എനിക്ക് കഴിവില്ല. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. അത്യുന്നത പുത്രന്റെ അമ്മയാകാനുള്ള ദൈവിക ദൗത്യം ഏറ്റെടുക്കാൻ ശങ്കിച്ച നസ്രത്തിലെ മറിയത്തെ ദൈവദൂതൻ ധൈര്യപ്പെടുത്തി, ദൈവകൃപ നിറഞ്ഞവളെ, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് കൂടെയുള്ള അനുഭവമാണ് രക്ഷയുടെ അച്ചാരം. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം നമ്മോട് കൂടെ എന്ന അനുഭവത്തിലൂടെ രക്ഷയിലേക്ക് നമ്മെ ആനയിച്ച നമ്മുടെ ദൈവമിതാ യേശുവിൽ എന്നും നമ്മോട് കൂടെ ആയിരുന്നു കൊണ്ട് നമ്മുടെ രക്ഷകനായി തീർന്നിരിക്കുന്നു. എമ്മാനുവേൽ എന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആലങ്കാരികമായ പേരായിരുന്നില്ല, അർത്ഥവത്തായ യാഥാർത്ഥ്യമാണ്. ജനനത്തിലും മരണത്തിലും അതിനപ്പുറവും യേശുവിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. സ്വർഗാരോഹണത്തിനു മുമ്പ് യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞു, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് കൂടെയുള്ളതായി ആദിമസഭയ്ക്ക് അനുഭവപ്പെട്ടിരുന്നു. കർത്താവിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആദിമ മിഷണറിമാർ സുവിശേഷം പ്രസംഗിച്ചത്. കർത്താവ് കൂടെയുള്ള അനുഭവമാണ് ഭയപ്പെടാതെ വചനം പ്രസംഗിക്കുവാൻ പൗലോസ് സ്ലീഹായ്ക്ക് കരുത്തു പകർന്നത്. നടപടി 18-ാം അധ്യായം 10-ാം വാക്യം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിലൂടെ നടന്നതുപോലെ ഇന്ന് നമ്മോടൊപ്പം നടക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ വികാരങ്ങൾ അറിയാൻ, അവനോട് അവന്റെ ഭാഷയിൽ സംസാരിക്കാൻ, അവനോട് ചെങ്ങാത്തം കൂടാൻ കൊതിക്കുന്ന ഒരു ദൈവത്തിനെ മനുഷ്യനായി അവതരിക്കാൻ കഴിയൂ. ദൈവമായിരിക്കുന്നതിന്റെ വീർപ്പുമുട്ടൽ അനുഭവപ്പെടുമ്പോൾ ദൈവം മനുഷ്യനായി പോകും. മനുഷ്യമക്കളുടെ പാപപരിഹാരാർത്ഥം കണ്ണു തുറന്ന ദൈവമാണ് യേശു. മണ്ണിലേക്ക് വന്ന് മണ്ണിന്റെ മക്കളോടൊപ്പം ജീവിച്ച ദൈവം, ചിരിച്ച ദൈവം, കരഞ്ഞ ദൈവം, മനുഷ്യനോട് പൊറുക്കുന്ന ദൈവം, അവനെ ഒരിക്കലും മറക്കാത്ത ദൈവം, യുഗാന്തത്തോളം കൂടെയുള്ള ദൈവം. ഇതാണ് രക്ഷയുടെ അനുഭവം, മോചനത്തിന്റെ അനുഭവം. ദൈവം നമ്മോട് കൂടെ. ദൈവത്തെ പിതാവായി സ്വീകരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും യേശു കൂടെ ഉണ്ടായിരിക്കും. എല്ലാ പ്രതിബന്ധങ്ങളും അവരുടെ മുമ്പിൽ നിന്ന് വഴിമാറിക്കൊടുക്കും.
തന്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടി നിരവധി യാതനകളും പീഡകളും അനുഭവിക്കേണ്ടി വന്ന പൗലോസ് ലീഹ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദിവസം വരെ കാത്തു സൂക്ഷിക്കുവാൻ അവിടുന്ന് പ്രാപ്തനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനുഷ്യജീവിതമാകുന്ന യോർദാന്റെ മധ്യത്തിലാണ് നാം നിൽക്കുന്നത്. നമുക്ക് ഭയാകമ്പനങ്ങൾ ഉളവാക്കുന്ന ജീവിതാനുഭവങ്ങളുടെ അലർച്ചയും ഭയാനകമായ ഒഴുക്കും മരവിപ്പിക്കുന്ന തണുപ്പും ഉണ്ടെങ്കിലും ദൈവവിശ്വാസമാകുന്ന പാറയിലാണ് കാലുറപ്പിച്ചിരിക്കുന്നതെങ്കിൽ യാതൊന്നും ഭയപ്പെടുവാനില്ല. ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ ബലവും സങ്കേതവുമാകുന്നുവെന്ന് നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് ഏത് കഠിന യാതനകളെയും അഗ്നിപരീക്ഷണങ്ങളെയും തരണം ചെയ്യുവാൻ ശക്തി ലഭിക്കും. മനുഷ്യ ചരിത്രത്തിലേക്കും ഭൗമിക യാഥാർത്ഥ്യത്തിലേക്കും കടന്നു വന്നുകൊണ്ട് ഭൂമിയെയും സ്വർഗത്തെയും കൂട്ടിയിണക്കുന്ന ദൈവിക കൃപയാണ് യേശുവിൻ്റെ തിരുപ്പിറവിയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ദൈവം മനുഷ്യാവതാരം ചെയ്യുക വഴി മനുഷ്യൻ മഹത്വീകൃതനായി. ദൈവത്തിൻ്റെ പാദപീഠം എന്ന് ബൈബിളിലെ പഴയ നിയമത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഭൂമി കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടു. പുതിയ ഒരു മാനവ ദർശനത്തിനും ഭൗമ ദർശനത്തിനും ക്രിസ്തുമസ് പ്രചോദനമായി തീരുന്നു. എല്ലാ മനുഷ്യരും വിലപ്പെട്ടവരാണെന്നും ഭൂമിയുടെ പവിത്രതയെ സംരക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ടെന്നും ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവും മനുഷ്യനും ഇവിടെ കണ്ടുമുട്ടുന്നു. മനുഷ്യന്റെ വേദനകളും ദുഃഖങ്ങളും അറിയാതെ അകലെയിരിക്കുന്ന ദൈവമല്ല ക്രൈസ്തവ ദർശനത്തിലെ ദൈവം. മനുഷ്യന്റെ ദൗർബല്യങ്ങൾ ഏറ്റെടുത്ത് അവന്റെ വേദനയിൽ പങ്കുചേർന്ന് അവന് വിമോചനം നൽകുന്ന രക്ഷകനാണ്. ദൈവം നമ്മുടെ കൂടെ ആയ സംഭവമാണ് ക്രിസ്തുമസ്. യുഗാന്തം വരെ അവിടുന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ അബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തോട് കൂടെ അല്ലെങ്കിൽ ക്രിസ്തുമസ് നമ്മെ സംബന്ധിച്ച് പ്രസക്തമല്ലാതാകും. എങ്ങനെയാണ് നാം ദൈവത്തോട് കൂടെ ആയിരിക്കുക? ദൈവത്തിന്റെ പ്രമാണങ്ങളോട് വിശ്വസ്തത പുലർത്താൻ സന്മനസ് കാണിക്കുമ്പോൾ നാം ദൈവത്തോടു കൂടെ ആകുന്നു. മാലാഖമാരുടെ കാഹളം വിളികളുടെയും ദിഗന്ധങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഇടിമുഴക്കങ്ങളുടെയും അകമ്പടിയോടെ മോശ വഴി ദൈവജനത്തിന് പ്രമാണങ്ങൾ നൽകിക്കൊണ്ട് ദൈവം അരുളി ചെയ്തു, എൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ പാലിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനതയായിരിക്കും. പുറപ്പാട് 19:5-20. മറ്റൊരു ദൈവവും മനുഷ്യനെ സ്വന്തം എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ വിശേഷിപ്പിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:10-14 തിരുവചനങ്ങൾ. വേർപാടിന്റെ നിർഭരമായ നിമിഷത്തിൽ യേശു തന്റെ ശിഷ്യരോട് പറയുന്നതാണ്. ദൈവം തന്റെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മോശ സധൈര്യം ഫറവോയുടെ അടുത്ത് ചെല്ലുകയും എല്ലാ പ്രതിസന്ധികളെയും വിജയകരമായി തരണം ചെയ്ത് ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിരോചിതമായി പുറത്തു കൊണ്ടുവരുന്നു. കർത്താവിന്റെ ആത്മാവ് ഗിദെയോനെ ശക്തിപ്പെടുത്തി ദൈവത്തോട് കൂടെ യുദ്ധം നയിച്ച് അയാൾ മിദ്യാൻകാരെ നിശേഷം തോൽപ്പിച്ച് ഇസ്രായേലിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. ന്യായാധിപന്മാർ 6:34 8-21 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്ത ജെറമിയ മഹാനായ പ്രവാചകനായി ഇസ്രായേലിനെ നയിക്കുകയും സഹായിക്കുകയും ചെയ്തു. ജെറമിയ 3:12 ഗബ്രിയേൽ മാലാഖ വഴി ദൈവം കൽപ്പിച്ച ദിവ്യദൗത്യം കന്യകാമറിയം വിജയകരമായി പൂർത്തിയാക്കുന്നു. യുഗാന്തം വരെ കർത്താവ് തങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന ബോധ്യത്തിൽ ശിഷ്യന്മാർ ലോകത്തിന്റെ അതിർത്തികൾ വരെ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും സഭയെ വിജയമകുടം ചൂടിക്കുകയും ചെയ്തു. ദൈവം നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി എമ്മാനുവേൽ ആയി. തന്നോട് കൂടെ ആയിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 3:12 തിരുവചനങ്ങൾ. എന്നാൽ നാം ദൈവത്തോട് കൂടെയാണോ? കൂടെയുള്ള ദൈവത്തിൽ നിന്ന് ഓടിയകലാനുള്ള പ്രവണതയാണ് നമുക്കുള്ളത്. തിരിച്ചു വരുവാൻ കർത്താവ് കേണപേക്ഷിക്കുമ്പോഴും തിരിച്ചു നോക്കാതെ ഓടുന്നവരാണ് നാം. ജെറമിയ 3:12. അപ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കരുണാമയൻ നമ്മെ പിന്തുടരുന്നു. ദൈവത്തോടൊപ്പമില്ല എന്ന് പറഞ്ഞ് ലൗകിക മോഹങ്ങളുടെ പിന്നാലെ പായുന്ന മനുഷ്യനെ നീ എന്റേതാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യേശയ്യ 43:1-4 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പിന്തുടരുന്നു. ദിവ്യ ജനനത്തിന്റെ സ്വർഗീയ മുഹൂർത്തത്തിൽ ദൈവത്തിന്റെ സന്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ച ആട്ടിടയന്മാരും വിദൂരദേശക്കാരായ വിജ്ഞാനികളും യേശുവിനെ കണ്ടെത്തി ധന്യരായി. മത്തായിയുടെ സുവിശേഷം 2:1-3. ദിവ്യജനനത്തിന്റെ വാർത്ത ഹെറോദസ് രാജാവ് അറിഞ്ഞു. പക്ഷേ അദ്ദേഹം രക്ഷ കണ്ടെത്തുന്നതിന് പകരം അസ്വസ്ഥനാവുകയാണ് ചെയ്തത്. കാരണം ഹെറോദസിന്റെ ഹൃദയത്തിൽ തിന്മയും കാപട്യവും ക്രൂരതയും കടുത്ത സ്വാർത്ഥതയും അധികാരമോഹവും കാപട്യവും ദുഷ്ടതയും കുടിപ്പാർത്തിരുന്നു. നന്മയുടെ നക്ഷത്ര വെളിച്ചം അയാൾക്ക് അന്യമായിരുന്നു. സ്വാർത്ഥതയും ദുർമോഹങ്ങളും മൂലം കാഴ്ച നഷ്ടപ്പെട്ട ഹെറോദസ് സർവനാശത്തിന്റെ നടുക്കടലിലേക്ക് മുങ്ങിത്താണു. നമ്മൾ ദൈവത്തോടു കൂടെയാണോ? സത്യവും നീതിയും കൃപയും നിറഞ്ഞ നമ്മുടെ ജീവിതം കൊണ്ടുള്ള മറുപടിക്ക് വേണ്ടിയാണ് പുൽക്കൂട്ടിൽ
ഉണ്ണീശോ ചെവിയോർത്ത് കിടക്കുന്നത്. ആമേൻ.